സ്വാഗതം. നമുക്ക് കുറച്ച് റീൽസ് കാണാം. ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോമഡികളാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട്. എന്തായാലും ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, കുറച്ച് നമുക്ക് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാം. അഖിൽമാരാർ പിഷാരടി കോമഡിയിലോട്ട് കിടക്കാം. കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്ന പിഷാരടിയെ പറ്റി അഖിൽമാരാർ ഒന്ന് ചൊറിയുന്ന കണ്ടു. അത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കോൺട്രവേഴ്സി ആരെങ്കിലൊക്കെ അഖിൽമാരാറിന്റെ പേര് പറയണ്ടേ, അതുകൊണ്ട് എല്ലാരെയും ചൊറിയും. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. രമേശ് പിഷാരടി ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് നാട്ടിലിറങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ? അത് സിനിമയിൽ അഭിനയിക്കുന്ന കാശ് ഉണ്ടാക്കുന്നു, അയാൾ ലക്ഷറി ലൈഫ് ജീവിക്കുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ കുറച്ച് എയറിലോട്ട് പോകുന്നു. കോൺഗ്രസിന്റെ ഒരു സഹയാത്രികൻ. അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം. എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? കേസ് വേണം പാർട്ടി നിൽക്കണമെങ്കിൽ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണോ? പുള്ളിക്ക് എന്തെങ്കിലും കേസുണ്ടോ? ഈ നാടിന് വേണ്ടി ചെയ്യുന്നവർക്കെല്ലാം കേസ് ഉണ്ടാവണമെന്നാണോ അണ്ണൻ പറഞ്ഞു വരുന്നത്? പുള്ളി ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇറങ്ങി ഈ നാട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഇയാൾക്ക് എന്താണ്? ഉണ്ട്. അണ്ണൻ എത്രയോ പ്രശ്നങ്ങൾ ബിഗ് ബോസിൽ നടന്നപ്പോൾ ഇടപെട്ടിട്ടുള്ള വലിയ മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, 100 ദിവസം ബിഗ് ബോസ് കണ്ട ആളുകൾ അതെ, എനിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ 100 ദിവസം കണ്ട ബിഗ് ബോസിൽ ഏതെങ്കിലും 2 ദിവസം കണ്ടാൽ മതിയെന്ന്. അതാണ് ചെയ്ത് കൂട്ടിയത്. വോട്ട് തരുമെന്ന്. അണ്ണാ ബിഗ് ബോസ് അല്ല, കേരള പൊളിറ്റിക്സ്. അതാദ്യം മനസ്സിലാക്കണം. അഖിലണ്ണ കേട്ടോ, ഇട്ടിയിലെ പൊട്ടു എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിക്കണം. ഇതിന് പിഷാരടി ഇപ്പൊ ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട്. പിഷാരടി മറുപടി പറയാൻ ഈ മറുപടി എന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല, കാരണം വഴിയെ പോണവരിങ്ങനെയൊക്കെ പറയും എന്നൊക്കെയാണ് പിഷാരടി പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നിങ്ങനെ ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും. അതാണ് അഖിൽമാരാർ. പുച്ഛിച്ച് താറ്റി വിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നേക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടോ, അതേ പറയാൻ സാധ്യതയുള്ളൂ. അറിയാട്ടോ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാനാണ് നല്ല അറിയാം. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. വളരെ കറക്റ്റ്. ബിഗ് ബോസിൽ പോകുന്ന അതെ പല പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. ഇതിനേക്കാൾ ഭേദം ലുലുമാളിൽ പോയി മുണ്ട് പൊക്കിയ മതി എന്ന് പറഞ്ഞ അഖില് ബിഗ് ബോസിൽ പോയി കപ്പുമായിട്ട് വന്നു. ഇതുപോലെ BJP പറ്റി എന്തൊക്കെയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ പറഞ്ഞു. അവസാനം അവർ വർഗീയത പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം BJP തന്നെ പോയി കയറി. വേറെ ആരും എടുക്കുന്നില്ല. എവിടെ ഫ്രീ കിട്ടി അവിടെ പോയി അഭയം പ്രാപിക്കേണ്ടി വന്നു. എന്റെ ഒരു ഹോബിയാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കേണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിന് ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കാം. ഒന്നാമതേ പിഷാരടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പൊളിറ്റീഷ്യനാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അങ്ങേര് നല്ല കൗണ്ടർ അടിച്ച് അണ്ണാക്കി തരാൻ, കൗണ്ടർ മാത്രമല്ല കാര്യ ഗൗരവത്തോടെ സംസാരിക്കും കഴിയുന്ന ഒരു അഖേര. ഇവിടെ ഇപ്പൊ അഖിൽമാരാർക്ക് നല്ല രീതിയിൽ കിട്ടിയോന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെപ്പറ്റി അഖിലേട്ടൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം ഗൈസ്. എന്നോട് ചോദിക്കുകയാണ് അഖിലേട്ടൻ എന്താണ് യോഗ്യത. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചതാണ് പിഷാരടി. അഖിലേട്ടന്റെ യോഗ്യത ചോദിച്ചപ്പം തിരിച്ചു ചോദിച്ചതാണ് പിഷാരടിയുടെ യോഗ്യത എന്തായിരുന്നു. എന്താണ് യോഗ്യത എന്ന് അഖിലെണ്ണൻ പറയൂ. അഖിലെണ്ണന്റെ യോഗ്യത അല്ലാതെ അന്ന് 2016 യുദ്ധം അവിടെ നടന്നു ഇവിടെ നടന്നു എന്നല്ല പറയേണ്ടത്. ഇതാണ് പറയുന്നത്. എന്തായാലും ഒരു രാഷ്ട്രീയക്കാരനാവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എവിടെയോ ഒരു കോമഡി ഞാൻ കേട്ടു. കാരണം നമ്മള് ഒന്നും അറിഞ്ഞൂടെങ്കിലും പ്രസംഗിക്കാൻ പോയി നിന്നിട്ട് മയക്കെടുത്തിട്ട് 1857 നമ്മൾ ആ യുദ്ധം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പോണം. അവര് ഇതായിരിക്കും എടുത്തത്. ആനയെന്ന് ചോദിക്കുമ്പോ ചക്ക എന്ന് പറയും. എന്താണ് യോഗ്യത, എന്റെ യോഗ്യതകൾ എന്താണെന്നുള്ള കാര്യം. അല്ല, ഈ നിങ്ങളുടെ യോഗ്യതയെ പറ്റി ചോദിക്കുമ്പോൾ മറ്റൊരുത്തിന് യോഗ്യത ഇല്ല, അതുകൊണ്ട് എനിക്ക് യോഗ്യത വേണ്ട എന്ന് പറയുന്നതാണോ അതിന്റെ ഒരു അന്തസ്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു മെഴുകണം. ഒരു യോഗ്യത ഇല്ലാത്ത അവനൊക്കെ വെറുതെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാനും നിൽക്കും. അന്നേരം അണ്ണനെ തന്നെ പറയുകയാണോ ഞാനൊരു യോഗ്യത ഇല്ലാത്തവനാണെന്ന്? നമ്മളെ ഇന്നലെ കളിയിലുള്ള അഖിലിനെ വിലയിരുത്തൽ അറിയാം.
അത് അങ്ങനെ പറഞ്ഞതാണ്, അല്ലാതെ ഇതൊരു കോൺട്രവേഴ്സി ആക്കി അഖിൽമാരാർ VS രമേഷ് പിഷാരടി എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഇനിയിപ്പോ അങ്ങനെ ചിന്തിച്ചാലും മിണ്ടാതിരിക്കുന്ന ഇതാ സേഫ്. അങ്ങയുടെ വായിരിക്കുന്ന വയറിറച്ച് കിട്ടിയല്ലോ. ഇനിയോ മിക്കവാറും ഇത് കഴിഞ്ഞ് ഇലക്ഷൻ തോറ്റതിന് ശേഷം ചിലപ്പോൾ ഇത് പിടിച്ചോണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ അഖിൽമാരാർ ഓടി നടന്നാണ് ഗൈസ്. നമ്മൾ ലിറ്ററലി എന്തായാലും കുറച്ച് ദിവസമല്ലേ ഓട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഓടി നടക്കട്ടെ. ജയിച്ചാ പിന്നെ ഓടണ്ട, തോറ്റാലും ഓടണ്ട. കുറച്ച് ദിവസം ഒന്ന് പരിശ്രമിച്ച് ഓടണം. ഓടി നടന്നാണ് വോട്ട് പിടിക്കുന്നത്. അവിടെ സ്കൂട്ടിയുടെ അടുത്ത് ഒരാൾ നിൽക്കുന്നു, അവനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവിടെ നിന്നവര് തിരിഞ്ഞോടാനിരുന്ന കാര്യമായി കടിക്കാൻ വല്ലതും വരുവാന്ന് വിചാരിച്ചിട്ട്. പാവം ചേട്ടാതായിരിക്കുന്നു. ഇതിനെയാണ് ഗൈസ് ഓടി നടന്ന് വോട്ട് പിടിക്കുക എന്ന് പറയുന്നത്. കണ്ടോ, ആക്റ്റീവ് ആവുക. ഇപ്പൊ അണ്ണൻ അത് പ്രാവർത്തികമാക്കി. അണ്ണന്റെ PR ടീം നീലക്കുയിലൊക്കെയാണെന്ന് തോന്നുന്നു. അണ്ണൻ എവിടെ ശരിയാ നീലക്കുയിൽ ബാണങ്ങളാണ്. പോയാലും മറ്റേ ഫോണും പിടിച്ചോണ്ടിരിക്കുന്ന പപ്പരാസി ടീംസ് കൂടെ ഉണ്ട്. കൈ കൊടുത്ത് ക്യാമറ പതിഞ്ഞും പോയി. ഇത് ട്രോള് ആകുമല്ലോ. അപ്പ ചതിച്ച് എല്ലാരും കൈ കൊടുത്ത് അവസാനം എത്തിയപ്പോഴത്തേക്ക് മതി. 2 ക്യാമറാമാൻമാര് നിൽക്കുന്ന നോക്ക് പോലെ നിനക്ക് കൈ തരാൻ എന്നെ കൊണ്ട് പറ്റൂല. ഇനി 1-2 പിശാന്റെ റീലൂടെ കാണാം ഗൈസ്. ഞാൻ എടുത്തുതരാം ചേട്ടാ. ചോദിച്ചോ ഇപ്പൊ സെൽഫി അല്ല എന്ത് ചോദിച്ചു. അതെ കിട്ടും. ഇപ്പൊ ഒന്നും പറയില്ല, തന്തയ്ക്ക് വിളിച്ചാലും ചിരിച്ചോണ്ട് നിൽക്കും. അതാണ് കാലം. പിശാരടി കൊടുക്കും. സന്തോഷമായില്ലേ? ഇതാണ് ഇപ്പൊ ഈ സമയത്ത് എന്ത് വേണേലും ചോദിച്ചോ. കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കണോ, ഒന്നിനും കുഴപ്പമില്ല. തൊളെ കൈയിടണോ, ഒന്നിനും കുഴപ്പമില്ല. ഇതെന്താണ് കാണിക്കുന്നത്? റോഡിൽ കിടന്നു പണ്ട് ഈ ഷാഫി വേറൊരുത്തന്റെ കൈ ഇങ്ങനെ തലയെ വെച്ചുകൊണ്ട് നടന്ന പോലെ അവൻ തോറ്റോ? എനിക്ക് തോന്നുന്നു. ആ ഗതികേട് എന്തായാലും പിഷാരടിക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ രാഹുലിനോട് ഒരു ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രഷ് ഉണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇതാരാണ് ഈ ചേച്ചി? നമ്മുടെ രാഹുൽ മങ്ങണ്ടിയുടെ കാര്യമാണോ? ജസ്റ്റ് രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. ജസ്റ്റ് രക്ഷപ്പെട്ട് ഈ നമ്മള് ധൈര്യമുള്ള ചൊറുചുറുക്കുള്ള എന്താ പറയാ യുവത്വം മാത്രല്ല, കോൺഗ്രസിൽ ഇപ്പം നട്ടലുള്ള ആണുങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതൊക്കെയായിരുന്നു. അവന്റെ നട്ടല് കാരണം ഇപ്പൊ കോൺഗ്രസ്സുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും നട്ടല് കൊണ്ട് കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും ഇതിനെയാണ് നട്ടൽ എന്ന് പറയുന്നതെങ്കിൽ എനിക്ക് കോഴിക്കോട്ടിലെ നട്ടാൽ ഒന്ന് കേരളത്തിൽ ഇത്രയും കട്ടിയുള്ള നട്ടൽ അവന് മാത്രമേ കാണത്തുള്ളൂ. വല്ലാത്തൊരു നട്ടല് തന്നെ. ഇനി BJP-ക്കാർ ഇറങ്ങിയ വേറൊരു കോമഡി പീസ് ഉണ്ട്, അതിനോട് കാണിച്ചു തരാം. ജീവിക്കണ്ടേ? അതായത് കിഴക്കമ്പലത്തെ പോലെ എന്തൊക്കെ തള്ളുകളാണ് അടിച്ചുവിടുന്നത്. കണ്ടവന്റെ കൊച്ചിനെ തന്തയാവും നടക്കുകയാണ് ഇവരൊക്കെ. നമുക്ക് ജീവിക്കണ്ടേ? നമ്മുടെ വീണ നായർക്ക് പകരം കൊണ്ടുവന്ന ചേച്ചിയാണ് കേട്ടോ. ചേച്ചി എന്നല്ല, കൊച്ചു പെണ്ണാണ്. ചേട്ടൊന്ന് ശക്തിക്ക് ചേട്ടന് വേണ്ട. 2500 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റണ്ടേ? വേണ്ടേ? വേണം. അപ്പൊ ആ മാസം നമ്മുടെ കൂടെ ഉണ്ടാവണം കേട്ടോ എപ്പോഴും. സ്ഥാനാർത്ഥിയുടെ ബാക്കി നിൽക്കാം, ഇങ്ങനെ എന്നും ബാക്കി നിൽക്കാം. അവന്മാരും ഫ്രണ്ടിൽ കയറാൻ താമസിക്കില്ല നിന്നെയൊക്കെ. കുറച്ചും കൂടെ താന്ന് പറ, കൂടെ ഉണ്ടാവണ്. കലൂടെ വേണേ പിടിച്ചിട്ട് പൊക്കോ, എന്തായാലും അതും പിടിക്കും. കിട്ടൂല. ഓക്കെ, നിങ്ങളുടെയൊക്കെ മോളെ പോലെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം, പ്രാർത്ഥന. എന്നിട്ട് UP പോലെ ആക്കി നിങ്ങളുടെ കയ്യിൽ തരാം. ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. ഓക്കെ, ശരി. അവരുന്ന ആൾക്കാര് പറയാതിരിക്കും, നീ ഒന്ന് പോയി തന്നാ മതി എന്ന്. ഈ ഇൻസ്റ്റയിലൊക്കെ റീൽ ചെയ്ത പിള്ളേരെയൊക്കെയാണ് പിടിച്ച് BJP കണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയേക്കുന്നത്. ഇതൊക്കെ രക്ഷപ്പെടുവോടെ? ഒരു കാര്യമില്ല. വീണ ചേച്ചിയുടെ സ്നേഹം നോക്കണേ. വീണ ചേച്ചി ഇരിക്കേണ്ട സ്ഥാനത്താണ്. സങ്കടമല്ല, എന്നാലും ചെറിയൊരു വിഷമം. മറ്റേ കൊച്ചിപ്പോ വന്നേക്കുന്നത് കേറിയിരിക്കും മോളെ. വീണ ചേച്ചിയുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, മുഖം നോക്കണേ. ദേശീയ ജനാധിപത്യ സഖ്യം ആ മുഖത്തുണ്ട്, എന്റെ സീറ്റാണ് നീ കൊണ്ടുപോയത്. എനിക്ക് സങ്കടമില്ല, എന്നാലും എന്റെ മുഖം ഞാൻ ഇങ്ങനെ വെക്കൂ.
ഞാൻ നിൽക്കേണ്ടതാണ്. പക്ഷെ അർത്ഥം പറ്റിപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടർ ലിസ്റ്റിൽ പേര് തീർക്കാൻ പറഞ്ഞു. വോട്ടർ ലിസ്റ്റിൽ പേര് തീർക്കാനാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. ഇതുപോലെ മന്ദബുദ്ധികൾ ഉള്ള ഒരു പാർട്ടി ഈ കേരളത്തിലുള്ള ഇന്ത്യ BJP ടീംസ് മണ്ടന്മാരാണ്. അവർ തന്നെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയ വീണത് 2 പേര് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു, ലിസ്റ്റ് ഡിസ്ക്വാളിഫൈ, 2 പേരും വോട്ടർ ലിസ്റ്റിൽ പേരില്ല. ഈ ബിഗ് ബോസിലെ ആൾക്കാരെ മാത്രമേ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കത്തുള്ളൂ. ഇനി മനസ്സിലാവില്ല. അഖിൽമാരാർ, റോബിൻ രാധാകൃഷ്ണൻ, പിന്നെ 2 ഡിസ്ക്വാളിഫൈ ആയി പോയ ഇവര്, പിന്നെ റീൽസിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും. എന്തെങ്കിലും കാട്ടിക്കൂട്ട്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കണം. അണികളായിട്ട് നിൽക്കുന്നവരെന്നും അടിമകളായി തന്നെ നിൽക്കണം. ആരെങ്കിലും പിടിച്ചെങ്കിൽ നിർത്തിയാൽ മതി, അല്ലാതെ ആരും ഇല്ല. അയ്യോ, വേറൊരു കോമഡി ഉണ്ട്, അതാണ് വേറെ കോമഡി. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? മനുവിന് അറിയുമോ? ആരാണെന്ന് ഞാൻ കണ്ടു. ഇയാൾക്ക് പോലും അറിയില്ല പേര്. ഇവിടെ ഇരുന്ന് മെഴുകുകയാണ്. എനിക്കറിയില്ലേ തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞുകൂടാത്തത്? ആരാണ്? എനിക്കെന്താ അറിഞ്ഞൂടാത്ത? എനിക്കറിയാം, പക്ഷെ ചത്താലും ഞാൻ പറയത്തില്ല കേട്ടോ. എനിക്കറിയില്ലെങ്കിൽ അറിയണ്ട. ഒരു മാധ്യമ പ്രവർത്തകൻ അറിയില്ലെങ്കിൽ അറിയണ്ട. എനിക്കറിയാം BJPയുടെ കാൻഡിഡേറ്റ് തൃപ്പൂണിത്തുറയിൽ ആരാണെന്ന് എനിക്കറിയാം. രാഷ്ട്രീയ പോരാട്ടം അല്ല, അത് മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ എന്റെ പൊന്നി ചേച്ചി, കഷ്ടമുണ്ട് ഇങ്ങനെ അവനെ കൊല്ലാക്കൊല്ല ചെയ്യലോ കിടന്നു. അതെ, അറിയത്തില്ല. അതുകൊണ്ടല്ലേ ഇവരുള്ളണത്. കണ്ണുമ്പോഴേ അറിയത്തില്ല, അവൻ അറിയത്തില്ലെന്ന്. അറിയില്ലെങ്കിൽ പറയണ്ടേ. ആര്യാന്നുള്ളൊരു ജേർണലിസ്റ്റ് BJPയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് NDA കാൻഡിഡേറ്റ് വന്നിട്ട് അറിയില്ലെങ്കിൽ പറയണ്ട. BJPയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. BJPയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഞാൻ ചോട്ടെ, NDA മുന്നണിയിൽ ഉള്ള ഒരാളുടെ ഇത് ചത്താലും പുള്ളി പറയത്തില്ല, അറിയില്ല, അതുകൊണ്ട് പറയത്തില്ല. ചത്താലും പറയത്തില്ല. BJPക്ക് വേണ്ടിട്ട് അണ്ണൻ വന്നിരിക്കുക, കാൻഡിഡേറ്റ് പേര് പോലും അറിയത്തില്ല. അതിൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ പറയണ്ടാന്ന്. നിങ്ങൾ ഇത്രയും വസ്തുത വിരുദ്ധമുള്ള ആരാണെന്ന് വിളിച്ചിട്ട് ഏറ്റവും ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വളരെ വിനയത്തോടു കൂടി മനുവിനോട് ചോദിക്കുകയാണ്. ചോദ്യം ചോദിച്ചു പറ. അത് ഞാൻ ചോദിക്കട്ടെ, 2020 കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? എനിക്കറിയാം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന്. ആ പ്രഖ്യാപിച്ച കാൻഡിഡേറ്റ് അവിടെ ഞാൻ പറയില്ല. എന്റെ പൊന്നെ അഞ്ജലി നായർ നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ മറുപടി അറിയണ്ടേ? പ്രശ്നം തീരും. പക്ഷെ അത് പറയാൻ തന്നെ അറിയൂല. കോട്ടൊന്ന് ഉരുണ്ട് മെഴുകുവാണ് കേട്ടോ കിടന്ന്. നിങ്ങളുടെ റിപ്പോർട്ടറുണ്ട്, വിളിച്ചു ചോദിച്ചാൽ. എന്റെ ചോദ്യം, തൃപ്പൂണിത്തുറയിൽ BJPയുടെ NDAയുടെ കാൻഡിഡേറ്റ് ആരാണ്? സൗണ്ട് കേട്ടെ. അവസാന ഡയലോഗ് ആയിരിക്കും. അയ്യോ, സൗണ്ട് കട്ടായി പോയി, കേൾക്കുന്നില്ല. ഹലോ, ഈ സമയത്ത് പലതും കേൾക്കത്തില്ല. ഈ സമയത്ത് പലതും കേൾക്കത്തില്ല. കാഴ്ച വരെ ചിലപ്പോൾ ഈ സമയത്ത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. പ്രതിനിധിയായി വന്നു നിൽക്കുന്ന യുവമോർച്ചയുടെ നേതാവായ താങ്കൾക്ക് പോലും തൃപ്പൂണിത്തുറയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഞാൻ ആര്യ, നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നേരിട്ടിങ്ങ് ചോദിച്ചാൽ മതി. അതിന്റെ ഇടയിൽ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമെന്നുള്ള ചോദ്യം നിങ്ങൾക്കും. അതല്ലേ ഇത്ര നേരിട്ട് ചോദിച്ചോണ്ടിരിക്കണത്. നീ പറ, ഒന്ന് പറ. അറിയണ്ടേ? പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയത്തില്ല. അറിയാലോ എന്നും പറഞ്ഞ് കടന്ന് മെഴുകുകയാണ്. എല്ലായിടവും പരാജയം, സർവ്വ പരാജയം. ഇവർ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പേ പരാജയം ഉറപ്പിച്ചു. ഇവന്മാര് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ 10 തൊട്ട് കൂടുതൽ കിട്ടും. തുറന്നു കഴിഞ്ഞാൽ അതൂടെ പോകും. അറിയാവുന്ന ഇവിടെ നിരവധി തവണ പത്രസമ്മേളനം നടത്തിയ നിങ്ങളുടെ തന്നെ ചാനലിൽ ബൈറ്റ് കൊടുത്ത ഒരു സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ അത് പറയാനെനിക്ക് താല്പര്യമില്ല. ടാക്ടിക്സ്. കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തും. നോട്ട് ദ പോയിന്റ്, കോമൺ പോയിന്റ് ആണ്. നിങ്ങളുടെ ചാനലിൽ ബൈറ്റ് കൊടുക്കും, കോമൺ പോയിന്റ് ആണ്. മനസ്സിലായോ? ലാസ്റ്റ് തടവാണ്. കുറച്ച് കോമൺ പോയിന്റ് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചോ? അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ തൃപ്പൂണിത്തുറ വിട്ടു മനു. കൊടുങ്ങല്ലൂരിൽ ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? ഞാൻ പോണ്, ഞാൻ കളിക്കില്ല. ഇറങ്ങി ഓടും. ആ ഡോറൊന്ന് തുറന്നിട്ടാ നൈസായിട്ട് ഇറങ്ങി ഓടിയേനെ. പിന്നെ അടുത്ത പറയും. കൊടുങ്ങല്ലൂരിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? NDAയുടെ പാർട്ട് 2 കൊടുങ്ങല്ലൂർ ഒരു കോമഡി പീസ് ആണോ? അറിയത്തില്ലേ? പിന്നെയും തുടങ്ങും. കൊടുങ്ങല്ലൂരും അറിയത്തില്ല, തൃപ്പൂണിത്തുറയും അറിയത്തില്ല. എന്തിനാണ് വന്നിരിക്കുന്നത്? 2020 ഒരു പപ്സും നാരങ്ങ തരാന്ന് പറഞ്ഞാണ് അങ്ങനെ ഓടി വന്നിരുന്നു. ആരാണത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പൊ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. BJPയുടെ ഞാൻ എങ്ങനെ എന്നാലും ഉദ്ദേശിച്ചിട്ട് കാര്യമുള്ളൂ. നിനക്ക് വല്ല റോഡ് പണിക്ക് റോഡ് റോളറായിട്ട് പൊക്കൂടെ? അതെ, അതായിരിക്കും നല്ലത്. സോ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. പമ്പൻ കോമഡികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. കൊള്ളാം ഗൈസ്, ചിരിക്കാനുള്ള വകയുണ്ട്. നിങ്ങൾക്കും ചിരിക്കാനുള്ള വക കിട്ടിക്കാണും. അപ്പൊ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മള് ഇങ്ങനെ ചാനൽ കുതിച്ച് വരികയാണ്. വ്യൂസ് വളരെ കുറവാണ്. കാണുന്നുണ്ട് ആൾക്കാർ, പക്ഷെ സബ്സ്ക്രൈബ് മാത്രം ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ മികച്ച നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.